GOB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പാമിസ്ട്രിയുടെ വീഡിയോകളാണ് കൂടുതലായി ഇപ്പോൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഉടനെ ആരും സങ്കടപ്പെടേണ്ട, സ്പോക്കൺ ഹിന്ദിയുടെയും ഇംഗ്ലീഷിൻ്റെയും വീഡിയോകൾ ഉടനെ തന്നെ വരുന്നതാണ്. മറ്റ് കാറ്റഗറി ഉള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കുള്ള വീഡിയോകളും ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അല്പം നമ്മൾ പാമിസ്ട്രിയിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ പൂർണ്ണമായി ഈ അറിവ് ശേഖരണങ്ങൾ ആളുകൾക്ക് എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പുതിയതായിട്ട് പാമിസ്ട്രിയുടെ വീഡിയോകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാമിസ്ട്രിയിലെ നമ്മുടെ ബാഹ്യരേഖ. നമുക്ക് ബാഹ്യരേഖ നെടുനീളത്തിൽ പോകുന്ന കാര്യത്തിൽ മാത്രമേ അറിയത്തുള്ളൂ. ഈ ബാഹ്യരേഖയിൽ നിന്ന് ഒരുപാട് ശാഖകൾ പൊട്ടിപ്പുറപ്പെടാറുണ്ട്. അപ്പോൾ ഈ ശാഖകൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള ഭാഗ്യത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങൾ തരുന്ന ഒരു കാര്യമാണ് ബാഹ്യരേഖ. അതുകൊണ്ടാണ് അതിൻ്റെ ബാഹ്യരേഖ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഹൃദയരേഖ, ആയുർരേഖ, ബാഹ്യരേഖ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പഠിക്കുന്നേ ഉള്ളൂ. പക്ഷേ ബുദ്ധിരേഖ അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അതൊക്കെ ഒറ്റ ലൈനിലേ കണ്ടിട്ടുള്ളൂ. ഇതിൽ നിന്ന് കുറേ ശാഖകൾ പൊട്ടി വരും. അത് രണ്ട് രേഖകളിലാണ് അങ്ങനെ ശാഖകൾ പൊട്ടുക. അങ്ങനെ ശാഖാരേഖകൾക്ക് നമ്മൾ പറയുന്നത് കിരണരേഖകളെന്ന് പറയും. അതുപോലെ തന്നെ ആയുർരേഖയുടെ അടുത്തുള്ള രേഖകളെ നമ്മൾ തുണരേഖകളെന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ബാഹ്യത്തെയോ ഏതെങ്കിലും കാര്യത്തിൽ ഹനിക്കുന്ന ഒരു കാര്യം വന്നാലും ഒരു കിരണരേഖ കൂടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആ ഒരു തടസ്സം നീങ്ങിപ്പോകും. അതുപോലെ ആയുർരേഖയ്ക്ക് അടുത്തുകൂടി മറ്റ് രേഖകളുണ്ടെങ്കിൽ അതേ തുണരേഖകളെന്ന് പറയുന്നത് അത് നമുക്ക് ജീവിതത്തിൽ തുണയായി നിന്ന് നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇന്നിപ്പോൾ കിരണരേഖകളെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ബാഹ്യരേഖയിൽ നിന്ന് ഒരുപാട് കിരണരേഖകൾ വരും. ചില ആളുകളുടെ കയ്യിൽ ബുദ്ധിരേഖയോ അല്ലെങ്കിൽ അതൊക്കെ മങ്ങിയിരിക്കും, ആയുർരേഖയൊക്കെ മങ്ങിയിരിക്കും. പക്ഷേ ബാഹ്യരേഖയിൽ നിന്ന് ഒരുപാട് കിരണരേഖകൾ കാണും. ഈ കിരണരേഖകൾ എന്തിനാണ്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈൻ കാണുന്നതെന്നുള്ളത് മനസ്സിലാക്കി തരാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഇത് ഞാൻ ഇമേജ് വരച്ചിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങളെ വീഡിയോ ഇത് കാണിച്ച ശേഷം ഞാൻ വീണ്ടും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണണമെന്നും ചാനലിലേക്ക് ആദ്യം വരുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുകയും കൂടി വേണം. അപ്പോൾ നമുക്ക് ആ ഇമേജിലേക്ക് പോകാം. ഇതാണ് ഞാൻ വരച്ചിരിക്കുന്ന ആ ഇമേജ്. അപ്പോൾ ഓർമ്മ പുതുക്കാനായിട്ട് ഞാനിവിടെ ഒന്നുകൂടി പറയുകയാണ്. ഈ കാണുന്നതാണ് ആയുർരേഖ, ഈ കാണുന്നതാണ് നമ്മുടെ ശിരോരേഖ, ഈ കാണുന്നതാണ് നമ്മുടെ ഹൃദയരേഖ. ശിരോരേഖയെ ബുദ്ധിരേഖ എന്നറിയപ്പെടുന്നു, ഹൃദയരേഖയെ നമ്മുടെ ആരോഗ്യരേഖ എന്നറിയപ്പെടുന്നു, ഈ കാണുന്ന ആയുർരേഖയെ നമ്മൾ ആയുർരേഖ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഈ കാണുന്നതാണ് ഭാഗ്യരേഖ. സാറിന് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഒരു ലൈനെ കാണും. ഇവിടെ നോക്കൂ, ഞാനിവിടെ എത്ര ശാഖകൾ വരച്ചിട്ടുണ്ട്. ഇങ്ങോട്ടൊരു രേഖ പോകുന്നു, ഇങ്ങോട്ടൊരു രേഖ പോകുന്നു, ഇവിടെ നിന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോകുന്നു, ഇവിടുന്ന് വന്നിട്ട് ഇവിടെ ഒരു കവരയായിട്ട് മാറുന്നു, ഇവിടോട്ടൊരു രേഖ പോകുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടൊരു രേഖ പോകുന്നു. ചില ആളുകളുടെ കൈ, അപൂർവം ചിലരുടെ കയ്യിൽ ഇങ്ങനെ ബാഹ്യരേഖകൾ പല ഭാഗത്തേക്ക് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടാറുണ്ട് ശാഖകളായിട്ട്. നമ്മളവർക്ക് ചില ലൈനുകൾ ഇങ്ങനെ ഖണ്ഡിച്ചു പോയി കഴിഞ്ഞാൽ തടസ്സങ്ങളാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ബാഹ്യരേഖ ഇതേ രീതിയിൽ ബാഹ്യരേഖയെ ഖണ്ഡിക്കാതെ ഇങ്ങനെ കുറേ ശാഖകളാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. ഇതിലാകെ അണ്ണിച്ചു പോയിരിക്കുന്ന രേഖകൾ ഇത് മാത്രമാണ്. അതായത് ഹൃദയരേഖയും ബുദ്ധിരേഖയും മാത്രമേ ഉള്ളൂ ഇത് അണ്ണിച്ചു പോയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ശാഖാശാഖയായിട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഗുണം ഭയങ്കരമാണ്. അതായത് ഈ വ്യക്തി ഭയങ്കര ബാഹ്യവാനാണ്. മറ്റു കാര്യങ്ങളിലൊന്നും വലിയ ഉയർച്ചയൊന്നും ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഇപ്പം ബുദ്ധിപരമായിട്ട് വളരെ വലിയ നിലയിലെത്തണമെന്നില്ല, പഠന വിഷയങ്ങളായിട്ട് വലിയ നിലയിലെത്തണമെന്നില്ല, ആരോഗ്യപരമായിട്ട് വലിയ കായികമായ കരുത്തൊന്നും വേണമെന്നില്ല. പക്ഷേ അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അയാൾ ബാഹ്യം കൊണ്ടായിരിക്കും രക്ഷപ്പെടുന്നത്. സാമ്പത്തികമായിട്ടുള്ള ബാഹ്യം, ധനബാഹ്യം, വിവാഹബാഹ്യം, അങ്ങനെ പല കാര്യത്തിൽ അപകടത്തിൽ നിന്നെല്ലാം അയാൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടും. അത്ര ഒരാളുടെ കൈയുടെ രേഖയാണ് ഈ കാണുന്നത്. ഇനി പറഞ്ഞു തരാം ഓരോന്നോരും. ഇവിടെ വരുന്ന ഒരു രേഖ, ഈ ഒരു ശാഖ നമുക്ക് പേരും പ്രശസ്തിയും ഒക്കെ കൊണ്ടുത്തരും. അതെല്ലാം ഭാഗ്യം കൊണ്ടാണ്, കഴിവിൻ്റെ മിടുക്കുകയല്ല. അപ്പം ഈ രേഖയ്ക്ക് ഉടമയായ വ്യക്തിക്ക് ബാഹ്യങ്ങൾ അങ്ങനെ വരും. അതുപോലെ ഇങ്ങോട്ട് പോകുന്ന ഈ ഒരു രേഖ, മോതിരവിരലിന് താഴേക്ക് പോകുന്ന ഈ രേഖ നമുക്ക് ആജ്ഞാശക്തി കൊണ്ടുത്തരും. ആജ്ഞാശക്തി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അനുസരിക്കുന്നു. ഇങ്ങോട്ട് പോകുന്ന ഈ രേഖയെ നമുക്ക് ആജ്ഞാശക്തിയാണ് തരുന്നത്. ആജ്ഞാശക്തി നമുക്ക് ധൈര്യം, പല കാര്യങ്ങളും പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ പോകുന്ന രേഖ നമുക്ക് എന്തെങ്കിലും സർക്കാർ ജോലി പോലുള്ള ജോലികളോ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗത്തിലിരിക്കാനുള്ള ജോലികളോ എന്തെങ്കിലും ഒരു മാർക്കിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇളവ് മുഖേന ഏതെങ്കിലും ഒരു കാര്യങ്ങളിലൂടെ വലിയൊരു പൊസിഷനിലെത്തും എന്നുള്ളതിൻ്റെ തെളിവാണ് ബാഹ്യം കൊണ്ട് മാത്രം. പഠനമോ കഴിവോ ഒന്നും അവിടെ പ്രശസ്തമല്ല. ബാഹ്യം കൊണ്ട് മാത്രം ആ വ്യക്തി ആ ഒരു ഉദ്യോഗ സ്ഥാനത്തിലെത്തും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് വിദേശ രേഖകളുടെ ഭാഗമാണ് ഈ ഭാഗം. വിദേശത്ത് പോകാനുള്ള ചാൻസ് ബാഹ്യം കൊണ്ട്
ബാഹ്യ അനുഭവങ്ങൾ കൊണ്ട് ചിലപ്പോൾ വിവാഹത്തോടു കൂടി വിദേശത്തേക്ക് പോകാനായിരിക്കാം. ഭർത്താവ് വിദേശത്താണ്, വിവാഹം കഴിച്ച് ഭാര്യയുമായിട്ട് സെറ്റിൽഡായി. സ്ത്രീയുടെ കയ്യിലാണ് ഇതാണെങ്കിൽ. ഇല്ല, സ്ത്രീ വിദേശത്ത് ജോലി ചെയ്യുന്നു, ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെയാണ് ബാഹ്യം. ഇതും വിദേശരേഖയായിട്ട് ബന്ധമുള്ളതാണ്. ഇവിടെയാണ് ബാഹ്യങ്ങൾ പറയുന്നത്. കലാപരമായി വലിയ ഉയർച്ചയൊന്നും വേണമെന്നില്ല, കലാപരമായ കഴിവുകൾ വേണമെന്നില്ല, ഒരു ജോലിയും വേണമെന്നില്ല. വെറുതെ കറങ്ങി നടക്കുന്ന ആളാവാം ചിലപ്പോൾ, വെറുതെ. പക്ഷെ തൊട്ടതെല്ലാം പൊന്നാകുക എന്ന് പറയുന്നത് കേട്ടില്ലേ? തൊട്ടതിനെല്ലാം നമുക്ക് ബാഹ്യ അനുഭവങ്ങൾ കൊണ്ട് എന്ത് കാര്യം ചിന്തിച്ചാലും നടക്കുന്ന ഒരു സംഭവം. പ്രത്യേകിച്ച് പഠിപ്പോ വിവരമോ വിദ്യാഭ്യാസമോ ഒന്നും വേണ്ട. ചിലപ്പോൾ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരാളായിരിക്കാം. ചിലപ്പോൾ കയ്യിലെ സ്വഭാവം തന്നെ വളരെയധികം മറ്റുള്ളവർക്ക് ഈർച്ച ഉളവാക്കുന്നതാണേലും ആ ആൾ ഭാഗ്യം കൊണ്ട് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടും. അതാണ് ഈ ഒരു രേഖയുടെ ഉടമയുടെ അവസ്ഥ. കാരണം ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുകളും വേണ്ട, പക്ഷേ എല്ലാവരും ഈ വ്യക്തി ഇയാളുടെ ഭാഗ്യം കൊണ്ട് തന്നെ മാനിക്കും, സാമ്പത്തിക ഉയർച്ച കൊണ്ട് ഇയാളെ ബഹുമാനിക്കും, ആജ്ഞാശക്തി കൊണ്ട് ബഹുമാനിക്കും. ഭയങ്കരമായ രീതിയിൽ പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ തരുന്ന ഒരു രേഖയാണ് ഈ രേഖ. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക, നിങ്ങളുടെ കയ്യിലേക്ക് നോക്കുക. ഇനി ഈ കാണുന്ന ശാഖകളൊന്നും വേണ്ട. ഇവിടുന്ന് ഭാഗ്യരേഖയിൽ നിന്ന് ഇവിടുന്ന് 2 ശാഖകൾ മാത്രം ഇങ്ങനെ വിദേശ രേഖയിലേക്ക് പോയി നിൽക്കുകയാണെങ്കിൽ വിദേശ ഭാഗ്യമാണെന്ന് മനസ്സിലാക്കുക. ഈ കാണുന്ന ഒരൊറ്റ ഒരു കിരണരേഖ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ജോലിയാണെന്ന് മനസ്സിലാക്കുക. ഈ കാണുന്ന ഭാഗ്യരേഖ വെറുതെ ഇങ്ങനെ പോയിരിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാത്തിലും ഭാഗ്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് കണ്ട് കവരിയായിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് ആജ്ഞാശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയും വരും രേഖകൾ. ഇങ്ങോട്ട് പോകുന്നതും നിങ്ങളുടെ ആജ്ഞാശക്തി തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നതും. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഭാഗ്യമുള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ ഒരു ഫിംഗിൾ ലൈൻ, സാധാരണ ഭാഗ്യരേഖ ഇവിടം വരെ പോവുക. ഇവിടം വരെ പോയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഭാഗ്യാവനവും കുറയും. ഇവിടെ നിന്ന് ഇങ്ങനെ 2 പീഫായിട്ടും വെട്ടിമാറിയായിട്ടാണെങ്കിൽ 30 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ജോലി രീതിയെല്ലാം മാറും എന്നുള്ള തെളിവാണ് കാണിക്കുക. പക്ഷേ ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഉയർച്ച ലഭിക്കും. അങ്ങനെ 30 വയസ്സാകുമ്പോൾ മാറുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ഭാഗ്യരേഖയുടെ ഒരു വീഡിയോ, ഭാഗ്യം കൊണ്ടെത്തരുന്ന ഭാഗ്യരേഖ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പാമിശ്രീ 2020 എന്ന് പറയുന്ന പ്ലേലിസ്റ്റ്. ആ പ്ലേലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കൂടുതലായിട്ട് മനസ്സിലാകും അനലൈഫ്. പക്ഷേ ഈ കിരണരേഖകൾ ഇത്രയും രീതി വരുന്നത് ഞാൻ ഇന്നാണ് അനലൈഫ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ആയുർരേഖയിൽ നിന്നും കിരണരേഖകൾ വരുന്നുണ്ട്. ഞാൻ അതേപ്പറ്റിയും ഉടനെ തന്നെ വീഡിയോ ഇറക്കുന്നതാണ്, ചെയ്യുന്നതാണ്. അതേപ്പറ്റി ഒരു ദിവസം ഞാൻ ഇതേപ്പറ്റി നിങ്ങളോട് പറയുന്നതാണ്. ഇത് മാത്രമല്ല, കൈയുടെ പുറം വശം, പുറത്തുള്ള രോമങ്ങൾ, ഈ ഭാഗം, എൻ്റെ കൈയുടെ പോലെ ഇതുപോലെ ഇത് ഇവിടെ കാണുന്ന ഈ ഞൊറിവുകളുണ്ടല്ലോ, നമ്മുടെ ഈ കൈമുട്ടിന് കൈ ഇങ്ങനെ മടക്കുമ്പോൾ ഈ മണിക്കട്ടയിലായിട്ട് വരുന്ന ഞൊറിവുകൾ, അതനുസരിച്ചുള്ള ഫലം, കൈയുടെ രൂപം, നമ്മുടെ കൈയുടെ രൂപം, നമ്മുടെ കൈയുടെ ഷേപ്പ് ഉപയോഗിച്ച് നമ്മൾ ആരാണ്, എന്ത് പ്രവൃത്തി ചെയ്യുന്ന ആളാണെന്ന് തിരിച്ചറിയാൻ, മറ്റൊരാളുടെ കൈ കണ്ടാൽ തിരിച്ചറിയാൻ, അയാളുടെ സ്വഭാവം എന്തെന്ന് ഒറ്റ നോട്ടത്തിൽ കൈ നിവർത്തിയാണോ ചുരുട്ടിയാണോ പിടിച്ചിരിക്കുന്നത് നോക്കി തിരിച്ചറിയാനും, അങ്ങനെ പല കാര്യങ്ങളും. അതേപ്പറ്റി ഞാൻ ഇന്ന് തന്നെ സംസാരിക്കുന്നുണ്ട്, കൈയുടെ രീതികളെപ്പറ്റി. പക്ഷെ കൈയുടെ ഇമേജ് കാണിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ വെറുതെ ഒരു കൈയുടെ പുറംവശം കണ്ടാലും കയ്യിലെ രോമങ്ങൾ കണ്ടാലും ഒക്കെ ആ ആളുടെ സ്വഭാവം എന്തെന്ന് തിരിച്ചറിയാനുള്ള വിദ്യ ഞാൻ ഉടനെ തന്നെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഭാഗ്യരേഖയിൽ നിന്നുള്ള കിരണരേഖകൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് അത്ഭുതമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ ഒരു ഷേപ്പ്. കൈയുടെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇതേപോലെ നടക്കുമ്പോൾ ചുരുട്ടിപ്പിടിക്കുന്ന ആളുകളുണ്ട്. എപ്പോഴും നടക്കുമ്പോൾ ചുരുട്ടിപ്പിടിക്കുക, നടക്കുമ്പോൾ ഇങ്ങനെ വാക്ക് ചെയ്യുമ്പോൾ കൈ ചുരുട്ടിപ്പിടിച്ച് തന്നെ നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചുരുട്ടിപ്പിടിക്കുന്ന ആളുകൾ കർക്കശക്കാരായ സ്വഭാവത്തിന് ഉടമകളെന്നാണ് ആ ഒരു ലക്ഷണം സൂചിപ്പിക്കുന്നത്. കർക്കശക്കാരായ സ്വഭാവത്തിന് ഉടമകളാണ് കൈ ചുരുട്ടിപ്പിടിച്ച് നടക്കുമ്പോഴെല്ലാം അവരെങ്ങനെ കൈ ചുരുട്ടിപ്പിടിച്ചേ നടക്കത്തുള്ളൂ. കൂടുതലും ഉയർന്ന ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള ആളുകളൊക്കെ കൈ ചുരുട്ടിപ്പിടിച്ച് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ. കാരണം കൈ ചുരുട്ടിപ്പിടിച്ച് നടക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഇത്. അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ നടപ്പ് ആ രീതിയിലേക്ക് മാറും. ആരും നിയന്ത്രിക്കാതെ തന്നെ അവർ. പിന്നെ രണ്ടാമത്തെ ആളുകളാണ് കൈ ഇതുപോലെ നോർമലായിട്ട് വെറുതെ ഇങ്ങനെ തുറന്നിടും. കൈ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, കൂടെ നടക്കുന്ന കൂടെ കൈ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, ജസ്റ്റ് ഇങ്ങനെ വെറുതെ തുറന്നിടും. ഇതരാണ് നമ്മളെല്ലാം, സാധാരണ ആളുകളല്ല കൈ ഇങ്ങനെ വെറുതെ തുറന്നിടുന്ന ആളുകൾ. സാധാരണ മനുഷ്യ സ്വഭാവം, സാധാരണ എല്ലാ കാര്യങ്ങളിലൊക്കെ സാധാരണ പോലെ വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകൾ, സാധാരണ നിലവിലേക്ക് പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള രീതികൾ അവരുടെ രീതികൾ നോർമലായി കോമണായ ആളുകളല്ല. ഇനി വേറൊരു ഭാഗമുണ്ട്, ഒരു കൈ ചുരുട്ടിരിക്കും, ഒരു കൈ തുറന്നിരിക്കും, എന്നിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കൈ വയ്ക്കുമ്പോഴും ഇങ്ങനെ ചുരുണ്ടിരിക്കും, ഒരു കൈ തുറന്നിരിക്കും. ഈ രീതിയിൽ കാണിക്കുന്ന ആളുകൾ കുറച്ചുകൂടി ട്രിക്കുള്ള ആളുകളാണ്, ട്രിക്കി ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അല്പം എല്ലാ കാര്യത്തിലും ബുദ്ധിപരമായി ഉള്ള പ്രവൃത്തികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയേ ചെയ്യുള്ളൂ. നടക്കുന്ന സ്റ്റൈല് കാണുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ്. അതുപോലെ തന്നെ ചില
പുരുഷന്മാരും ചില സ്ത്രീകളും നടക്കുമ്പോൾ നടന്നു വരുമ്പോൾ ഈ കൈകൾ രണ്ടും ചുരുട്ടി പിടിക്കും. ഇപ്പം സ്ത്രീകളിലാണ് ചില ലക്ഷണം, രണ്ട് കൈകളും ചുരുട്ടി പിടിച്ച് നടക്കുമ്പോൾ ഈ ഭൂമിയിൽ കാല് പതിയുന്ന ശബ്ദം ബുതും 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 ഇങ്ങനെ ചവിട്ടി കുലുക്കുന്ന ശബ്ദങ്ങൾ. ചില ആളുകൾ നടന്നു പോകുമ്പോൾ നമ്മൾ ഈ ചവിട്ടി കുലുക്കുന്ന ശബ്ദം കേൾക്കും. അത് ഒരു പുരുഷനാണെങ്കിൽ നമ്മളോട് അങ്ങനെ നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ അങ്ങനെ ചവിട്ടി കുലുക്കി നടക്കുമ്പോൾ നമ്മളോട് മുതിർന്നവർ പറഞ്ഞിട്ടുണ്ട് അപലക്ഷണമാണ്, അങ്ങനെ നടക്കരുത് എന്ന് പറയാറുണ്ട്. നമ്മളപ്പോൾ ആ ശീലം മാറ്റാറുണ്ട്. ഇല്ലെങ്കിൽ ഈ ശീലമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ആരും നിയന്ത്രിക്കാതെ മാറ്റാതെ ചേഞ്ച് ചെയ്യാതെ ആരിലേക്കെങ്കിലും ഈ ശീലം വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിതകാലം മുഴുവനുള്ള നടപ്പിൻ്റെ രീതിയെ എങ്ങനെ എത്തിക്കും. അപ്പോൾ അതൊരു പുരുഷനാണെങ്കിൽ ചവിട്ടി കുലുക്കി നടക്കുന്ന ഒരാളാണെങ്കിൽ ആരെയും അനുസരിക്കാത്ത ആളെന്നുള്ള അതിൻ്റെ അർത്ഥം. ആരെയും അനുസരിക്കാത്ത ഒരു പുരുഷൻ. കൈകൾ ചുരുണ്ടിരിക്കും നടക്കുമ്പം. ആദ്യം ഞാൻ പറഞ്ഞ ചുരുണ്ട ആളുകൾ മാത്രമാണ്. നടക്കുമ്പോൾ ചുരുട്ടുകയും ഭൂമിയിൽ കാല് പതിയുന്ന ശബ്ദം ദും ദും എന്ന് ശരിക്കും കേൾക്കാമെങ്കിൽ ആ ആള് ആരെയും അനുസരിക്കുക അല്ലെ ആരെയും വക വെക്കുക വരാത്ത ആളെന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായി? ഇനി അതൊരു സ്ത്രീ ആണെങ്കിലും ആ സ്ത്രീ പുരുഷന്മാരെ ഒന്നും വക വെക്കാറില്ല, ഭർത്താവിനെയോ ആരെയും വക വെക്കാറില്ലാത്ത ഒരാൾ, തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീ. പക്ഷെ തൻ്റെ ഇടമുണ്ടെങ്കിലും ഇത് അമിതമായ തൻ്റെ ഇടമായിരിക്കും. മിക്കപ്പോഴും വാക്ക് തർക്കവും കയ്യാങ്കളിയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ സ്ത്രീയുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അത്തരം കാര്യങ്ങളുണ്ട്. കാരണം ആ വ്യക്തി കാല് വെക്കുന്നതേ ബലം കൊടുത്തുകൊണ്ടാണ്, ഫുള്ളൊരു ഫോഴ്സ് കൊടുത്താണ് വരുന്നത്. അപ്പോൾ തന്നെ അതങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ ആരെയും താല്പര്യമില്ല അല്ലെ ആരെയും മൈൻഡ് ചെയ്യുന്നതിനുള്ള മൈൻഡ് സെറ്റ് തന്നെയാണ് ആ ഒരു സെറ്റ്. ആണാണേലും പെണ്ണാണേലും ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ശബ്ദം കേൾപ്പിക്കുക എന്ന് പറയുമ്പോഴേ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള തെളിവാണ്. ഇപ്പം നമ്മൾ കുറേ ആളുകൾ ഇരിക്കുന്നു, ഒരു ഓഫീസാണ്, അവിടെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ തവല കൊട്ടുവാണെന്നുണ്ടോ മേശയിൽ, പെട്ടെന്ന് എല്ലാവരും കൂടി അയാളെ ഒന്ന് നോക്കും, ഇയാളെന്തായാലും മാനേഴ്സ് ഇല്ലാതെ പെരുമാറുന്നു എന്ന് നോക്കും. അപ്പം അവിടെ ചോദിക്കും, ഞാനിപ്പോൾ ഒന്ന് കൊട്ടിക്കൊണ്ടെന്താ വല്ല പോവോ എന്നുള്ള രീതിയിൽ ചോദിക്കുവാണെങ്കിൽ അവനോട് ധിക്കാരിയാണല്ലോ, ഇത് അങ്ങനെയല്ല വേണ്ടത് എന്നൊരു ഇന്ത മനസ്സിൽ എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് നമ്മൾ ചവിട്ടിയിട്ട് കുലുക്കി ഒരു പ്രകമ്പനം സൃഷ്ടിച്ച് നടക്കുന്ന സ്വഭാവം. ചെറുപ്രായത്തിൽ ഇത്രയും പ്രവർത്തികൾ ചെയ്യുമ്പോൾ ചിലർ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല. വ്യക്തിയുടെ സഞ്ചാര രീതി അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ തന്നെ പിന്നെ ഇടപ്രായത്തിൽ നിന്ന് ഇത്തരം രീതികൾ വരാറുണ്ട് അയാൾക്ക് ചവിട്ടി കുലുക്കുന്നത്. അപ്പോൾ മറ്റേ പരേഡ് പോലുള്ള കാര്യത്തിൽ ചവിട്ടി കുലുക്കുന്നതല്ല കേട്ടോ, അത് അതിൻ്റെ രീതിയാണ്. മറ്റ് ഉള്ള നമ്മുടെ ചില പ്രവർത്തനങ്ങൾ, ചില സ്കൂൾ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ പരേഡ് പോലുള്ള വരുമ്പോഴും മസംബ്ലിയൊക്കെ വരുമ്പോഴും നമ്മൾ ചവിട്ടി അതല്ലാതെ നോർമൽ നടക്കുക. കടയിൽ പോകുമ്പോൾ, രാത്രി കാലങ്ങളിൽ നടക്കുമ്പോൾ, മുറ്റത്തൂടി ഉലാത്തുമ്പോൾ, ഭവനത്തിനകത്തു നിന്ന് അടുത്ത മുറിയിലേക്ക് വരുമ്പോൾ ഒക്കെ ഒരു ചെറിയ ഭൂമി കുലുക്കം. ഒരുപാട് തടിയുള്ള ആളുകളാണെങ്കിലും നടക്കുമ്പോൾ ആ രീതിയിലല്ല നടക്കുക. പക്ഷെ ഫോഴ്സ് കൊടുത്തു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനർത്ഥം എന്ന് പറയുന്നത് അവരുടെ മൈൻഡ് സെറ്റിൽ അവരാരെയും വക വെക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം വരുന്നത്. ആ രീതിയിൽ നടക്കുന്നത് ഉള്ള ആളുകളാണെങ്കിൽ ആ ആളുകളുടെ ക്യാരക്ടർ ഇതാണെന്ന് മനസ്സിലാക്കുക. മിക്ക ആൾക്കാരും അങ്ങനെ നടക്കാറുണ്ട്. ചിലർ അങ്ങനെ നടക്കുന്നതാണ് ചിലർക്ക് ഇഷ്ടം. ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്ത് നടക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഇനിയിപ്പോൾ അതുപോലെ തന്നെ കൈ ചുരുട്ടിപ്പിടിക്കുന്നത്, അതുപോലെ തന്നെ കൈയുടെ രൂപം ഇങ്ങനെ ഇതിപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിക്കാൻ പടം വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതിപ്പോൾ കൈയുടെ രൂപം ഈ രീതിയിൽ, ഇത്തരം ഒരു രീതിയിലുള്ള കൈകളാണ് ഒരാൾക്ക് ലഭിക്കുന്നതെങ്കിൽ, ഈ രീതിയിലുള്ള കൈകളാണ് ലഭിക്കുന്നതെങ്കിൽ ഈ തള്ളവിരലിൻ്റെ ഇവിടെ ഇങ്ങനെ മെലിഞ്ഞിട്ട് അകത്തേക്ക് കയറി നിൽക്കും. തടിയുള്ള ആളുടെ ആണെങ്കിലും ചില കൈക്ക് മെലിവുണ്ടാവും. ഭയങ്കരം തടിയും വണ്ണമുള്ള ആളാണെങ്കിലും ആ വ്യക്തിയുടെ കൈ വളരെ മെലിഞ്ഞതായിരിക്കും. ചില ആളുകൾക്ക് മുകളിലേക്ക് നല്ല തടിയുണ്ടെങ്കിലും അവരുടെ രണ്ട് കാലുകളും മെലിഞ്ഞായിരിക്കും. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇത് കറക്റ്റായ കാര്യമാണ്. നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം, വ്യത്യാസം മനസ്സിലാകാൻ പറ്റും. കാരണം ആളുടെ വലിപ്പവുമായിട്ട് കാല് മാച്ചിയില്ല, അല്ലെങ്കിൽ ആളുടെ വലിപ്പവുമായിട്ട് കൈ മാച്ചിയില്ല. എല്ലാ ഭാഗവും ഒരുപോലെ കുറച്ച് പേർക്ക് വരുന്നുള്ളൂ. ബാക്കി ഒരു 100 പേരിൽ 70 പേർക്കും അപാകതകൾ ഉണ്ടാവും. അല്ലെങ്കിൽ കൈയുടെ ഈ ഒരു വശം മുട്ടിൻ്റെ ഇവിടെ അകത്തേക്ക് കയറിയിട്ട് ഇവിടെ തൊട്ട് മെലിവ്, കൈയുടെ ഇവിടം ഭയങ്കര വണ്ണം. ചില ആളുകൾക്ക് ഇവിടുത്തെ അസ്ഥി ബാക്കിലേക്ക് വല്ലാതെ തള്ളിയിട്ട് മെലിവ്, പുരുഷനാണെങ്കിൽ സ്ത്രീയാണെങ്കിൽ. ചില ആൾക്ക് ഇവിടം തൊട്ട് ഫുള്ള് മെലിവ്. ചില ആളുകൾക്ക് കൈപ്പത്തിക്ക് വണ്ണമുണ്ട്, കൈക്ക് വണ്ണം കാണില്ല, കൈപ്പത്തി വലുതായിരിക്കും. പിന്നെ ചില ആളുകൾക്ക് ഈ കൈപ്പത്തി മെലിഞ്ഞിരിക്കും, കൈക്ക് ഇങ്ങോട്ടൊക്കെ ഷോൾഡറിനൊക്കെ നല്ല ഒരു മസിൽ പവർ ഉണ്ടെങ്കിലും പക്ഷേ കൈപ്പത്തി മെലിഞ്ഞായിരിക്കും.
ചില ആളുകൾക്ക് കൈകൾ ഇതുപോലെ വെക്കുമ്പോൾ ഓരോ ഭാഗവും എടുത്തെടുത്ത് വെളിയിലേക്ക് നിൽക്കുന്ന, എത്ര വണ്ണം ഉള്ള ആളാണെങ്കിലും ആ വ്യക്തിയുടെ ഇത്രയും ഭാഗങ്ങൾ നേരെയാകത്തില്ല. അത് കാണുമ്പോൾ വളരെ മെലിവോ അല്ലെങ്കിൽ അസ്ഥി പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന രീതികളിലും കാണും. ഇത്തരം ഒരു രീതി വരുന്നതിന് ഈ ഒരു എക്സാമ്പിൾ വേണം ഞാൻ എന്നിൽ നിന്ന് തന്നെ പറയാം. ഇത്തരം ഒരു കൈകളെന്ന് പറയുന്നത്, ഇതിപ്പോൾ ഈ രീതിയിലാണ് കൈകൾ ഇരിക്കുന്നതെങ്കിൽ നിവർത്തുമ്പോൾ ഇതുപോലെ മടങ്ങി നിൽക്കും. നിവർന്ന് ഇങ്ങനെയല്ല, ഇതുപോലെ നിവർന്ന് ഇങ്ങനെ വെറുതെ വെക്കുമ്പോൾ ഇങ്ങനെ കൈകൾ മടങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കൈരേഖേനെ, ഈ ഒരു കൈയുടെ ഷേപ്പിനെ അറിയപ്പെടുന്നത് ആത്മീയ ഹസ്തം എന്നറിയപ്പെടുന്നത്. ആത്മീയ ഹസ്തം എന്നറിയപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ എൻ്റെ കൈയുടെ എക്സാമ്പിൾ ഞാനിവിടെ കാണുന്നത്. ഇവിടെ കൈരേഖയല്ല, കൈയുടെ പുറംവശം നോക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഓരോ ആളുകളിലും തിരിച്ചിട്ടുണ്ട്. ആത്മീയ ഹസ്തമുണ്ട്, അങ്ങനെ പല ഹസ്തം. ഇപ്പോൾ എൻ്റെ വിവാഹം വരുന്ന ആത്മീയ ഹസ്തമാണ്. ആത്മീയ ഹസ്തം എന്നറിയപ്പെടുന്നത് കൂടുതൽ ആ വ്യക്തി തത്വവിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുകയും ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കും. ഇതേ മോഡൽ കൈകളുള്ള എല്ലാ ആളുകളും, ഇതേ മോഡൽ കൈകളുള്ളവരെ ആത്മീയ ഹസ്തം എന്നാണ്. ഇപ്പോൾ സന്യാസിമാർ, അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അതുപോലുള്ള ജോലികൾ ചെയ്യുന്നവർ, മതത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, മതപുരോഹിതന്മാർ, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സയൻറ്റിഫിക് ആയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ. പിന്നെ രണ്ടാമത് ഈ കീബോർഡ്, ഹാർമോണിയം തുടങ്ങിയവ ഉപയോഗിക്കുന്ന ആളുകൾ, വിരലുകൾക്ക് ലെങ്ത്, അതായത് ഇത്ര കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ആണെങ്കിൽ അവർക്കും ഇതേ രീതിയിലുള്ള ആത്മീയ ഹസ്തമായിരിക്കും. കാരണം നമുക്ക് മ്യൂസിക്കുമായിട്ട് സെൻസ് ഉണ്ടാവണം. മ്യൂസിക്കുമായിട്ട് സെൻസ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അത്തരം ഉപകരണങ്ങൾ വായിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം മ്യൂസിക്കുമായിട്ട് സെൻസും അത്തരം നോട്ടുകളെ പറ്റിയും തിരിച്ചറിയാവുന്ന ആളുകളുടെ എല്ലാം കൈകളിൽ മിക്ക രീതിയിലും ഈ ഒരു രീതിയിലായിരിക്കും കൈയുടെ ഒരു ഘടന ഇരിക്കുക. ആളുടെ കൈ ഇപ്പം ഭയങ്കര പൊണ്ണത്തടിയുള്ള ആളാണെങ്കിൽ പോലും കൈയുടെ ഇവിടം വരുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം മെലിഞ്ഞിട്ട് ഈ ഒരു രീതി നിൽക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത്തരം ഹാൻഡുകളെ അറിയപ്പെടുന്ന ആത്മീയ ഹസ്തമെന്നാണ്. ഇനി ഞാൻ ആ കൈ നിവർത്തി വെക്കുന്ന കാര്യത്തിൽ പറയാനായിട്ട് ബാക്കി ഹസ്തങ്ങളുടെ വേറെ വരുന്നുണ്ട്, വീഡിയോ വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളിന് നമ്മുടെ കൈവശം ഉള്ളത് ഇപ്പോൾ കാണിക്കാം. ഇനിയിപ്പം ഞാൻ നടക്കുമ്പോൾ ആളുകൾ ഇതേ കൈകൾ ചുരുട്ടി പിടിക്കുന്ന പറഞ്ഞു, കൈ ഇങ്ങനെ പിടിക്കുന്നത് പറഞ്ഞു, നിവർത്തി എടുത്തത് നമ്മളെ നോർമലാണ്. ഈ നോർമൽ അല്ലാതെ പിടിക്കുന്നവരുണ്ട്. ആ കൈ ഇങ്ങനെ പിടിക്കും, പാൻറ്റിനോട് ചേർത്ത് കൈ ഇങ്ങനെ, രണ്ട് കൈ ഇങ്ങനത്തെ രീതിയിൽ സ്റ്റില്ലായിട്ട് ഇങ്ങനെ വടി പോലെ കൈ വെച്ചോണ്ട് നേരെ പോകുന്ന ആളുകൾ. അല്ലെങ്കിൽ ഒരു കൈ പോക്കറ്റിൽ ഇങ്ങനെ ഇരിക്കും, ഒരു കൈ തുറന്ന് നടക്കുമ്പോൾ പാൻറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ തന്നെ നിൽക്കുവാണ് കൈ ചുരുട്ടത്തില്ല, കൈ ഇങ്ങനെ വെക്കത്തില്ല. സാധാരണ ആളുകൾ വെക്കുന്ന പോലെ വെക്കുന്നില്ല, കൈ ചുരുട്ടി തന്നെ പിടിക്കുന്നില്ല, കൈ ഇങ്ങനെ നേരെ നിൽക്കുകയാണ്. ഇങ്ങനെ നേരെ നിർത്തി നടന്നു വരുന്ന ആളെ കാണുകയാണെങ്കിൽ ആ വ്യക്തി കൂടുതലും ദയാശീലമുള്ള ആളുകളാണ്. സാമ്പത്തികമായി ആളുകളെ ഉപകാരം ചെയ്യും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ദയാശീലത്തിൽപ്പെട്ട ആളുകളാണ് ആ ആളുകൾ. കലാപരമായ കാര്യങ്ങളിലൊക്കെ അവർക്ക് കഴിവുകളുണ്ട്. പക്ഷെ അവർ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ ചെറുതായിട്ടൊരു ഭയക്കുന്നുണ്ട്, ചെറുതായിട്ടൊരു ആങ്സൈറ്റി അവരെ ബാധിക്കുന്നുണ്ട്, സോഷ്യലായിട്ടൊരു ആങ്സൈറ്റി അവരെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ബാധിക്കുന്നതിൻ്റെ തെളിവാണ് ഒരു കൈ അറിയാതെ പോക്കറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ പോക്കറ്റിൽ കൈയിടുന്ന രംഗം കാണുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ വർത്തമാനം പറയുമ്പോൾ പോക്കറ്റിൽ കൈയിടുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ, അത് സത്യത്തിൽ സാമൂഹികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളോട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ കൊണ്ട് പോക്കറ്റിനകത്ത് വെക്കും. മുണ്ട് കൊടുത്തിരിക്കുന്ന ആളുകളാണേലും മുണ്ടിൻ്റെ ആ ഭാഗങ്ങളിൽ ഇങ്ങനെ പിടിച്ചു വെക്കും, അരയുടെ ഭാഗത്ത്. അത് കയ്യിലിങ്ങനെ പിടിക്കണം. മുണ്ടിൻ്റെ ആ ഒരു ഭാഗം പിടിച്ചില്ലെങ്കിൽ രക്ഷയില്ല. ഇല്ലെങ്കിൽ മുണ്ടെടുത്ത് ഇവിടം വരെ കുത്തിക്കയറ്റി അങ്ങനെ കഷത്തിൻ്റെ ഇവിടെ ഇടും. ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ മനുഷ്യനെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പായി നമ്മുടെ മൈൻഡിലെ ചെറിയൊരു ഫേസ് ചെയ്യാൻ ഒരു മടി കിടപ്പുണ്ട് ആളുകളെ. ആ മടി കാണി ഈ പൊങ്ങി വരുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ. നമ്മൾ പോലും അറിയാതെ നമുക്കെല്ലാവർക്കും പറ്റാറുണ്ട്. ചില സമയങ്ങളിൽ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അല്ലെങ്കിൽ ഇപ്പം വലിയൊരു സമ്മാനം വാങ്ങാനായിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ചില സമയം എടുത്ത് പോക്കറ്റ് കൈ ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ എഴുന്നേറ്റ് ഇങ്ങനെ വരുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് കൈ ചിലപ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അതൊരു ചെറിയൊരു ആങ്സൈറ്റിയാണ്. അതൊരു ചെറിയ ഭയം വരുമ്പോൾ നമ്മളുടെ ബോഡി തന്നെ നമ്മളെ ഒന്ന് ഉണർത്താനായിട്ട് കാണിക്കുന്ന സിമ്പലാണ് ആ കാണുന്നത്. മറ്റുള്ളവർക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇത് കേട്ടറിവുള്ള ആൾക്ക് മനസ്സിലാവും അയാൾ ടെൻഷനാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. അപ്പം നമ്മൾ പിന്നെ ചില ആളുകൾക്കൊണ്ട് എന്തെങ്കിലും കാര്യം വേണം കൈയുടെ രണ്ട് വശവും വേർത്തിട്ട് പാൻറ്റിൻ്റെ ഇവിടം തുടയിലിങ്ങനെ വെച്ചോണ്ടേ ഇരിക്കും. സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ അവർ സ്വന്തം തുടയിലിങ്ങനെ കൈ ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായും അവരെ ടെൻഷനാണ് എന്നുള്ളതാണ്. എന്നീ കാര്യങ്ങൾ റെഡി ആവുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം ഭക്ഷണത്തിൽ നോക്കിയിരിക്കുക, ഹോട്ടലിൽ ഇരിക്കുമ്പോൾ പോലും ആളുകൾ ഇങ്ങനെ കൈ ഇങ്ങനെ സ്വന്തം പാൻറ്റിൽ ഇങ്ങനെ വെക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വരുന്നില്ല, ഇതുവരെ ഒരു കോഫി ഓർഡർ ചെയ്തിട്ട് എത്തിയിട്ടില്ല. അപ്പം
വെയിറ്റ് ചെയ്യുകയാണ്. ആൾ വെയിറ്റ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോകണം. അത് അയാളുടെ കൈ വരെ മാത്രമേ അവിടെ വരുന്നുള്ളൂ. സിഗ്നൽ ബ്രെയിനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, എഴുന്നേറ്റ് പോകുന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആൾക്ക് കൈ വരെ വന്നിട്ടുള്ളൂ സംഭവം. എഴുന്നേറ്റ് പോയാൽ അവിടെ പൈസ കൊടുക്കണം, ഓർഡർ കൊടുത്തു പോയി എഴുന്നേക്കാൻ പറ്റാം, സംഭവം കിട്ടുന്നില്ല. ഇപ്പം കടകളിലാണെങ്കിലും സാധനത്തെ ഓർഡർ ചെയ്യുമ്പോൾ നിന്നുകൊണ്ടാണെങ്കിലും പാൻറ്റിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും, കൈയെടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. അത് വെയിറ്റ് ചെയ്യുന്നതാണ്. ആരെങ്കിലും അങ്ങനെയൊക്കെ ചെറിയ തോതിൽ ചെയ്യുന്ന കാണുമ്പോഴേ മനസ്സിലാക്കണം ആ വ്യക്തി കൊടുത്ത സാധനത്തിൻ്റെ ഓർഡർ ഇതുവരെ എത്തിയിട്ടില്ല, അതിൻ്റെ പ്രിൻ്റാണ് കാണിക്കുന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലക്ഷണത്തിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് അതിൻ്റെയൊക്കെ ലക്ഷണം. ഇനിയിപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം ഒരുപാട് യോഗങ്ങളെപ്പറ്റി സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ അസ്ട്രോളജിയെ പറ്റി സംസാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അല്പം കൂടി വിഷയത്തിൽ നിന്ന് അല്പം മാറി ഒരു കാര്യത്തെ പറ്റി ഞാൻ സംസാരിക്കും. ഇതിനൊക്കെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. സ്വപ്ന വ്യാഖ്യാനങ്ങൾ കുറേയധികം ഞാൻ പറയും, ഇനിയും കുറേയധികം വരാനുണ്ട്. അപ്പോൾ ഇന്നിപ്പം ഞാൻ വേറൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കാം. പക്ഷേ അതിന് മുമ്പ് ഒരു യോഗത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടേ ആ ഒരു വിഷയത്തിലേക്ക് പോകുന്നുള്ളൂ. നമ്മുടെ ജാതകത്തെ നോക്കുമ്പോൾ ശശമഹായോഗം എന്ന് കാണുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം കീർത്തി, സമ്പത്ത് തുടങ്ങിയവ. ആ വ്യക്തി ഒരു ധീരനായ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ധീരയായ വനിതയായിരിക്കാം, ധീരനായ വ്യക്തിയായിരിക്കാം. സാമ്പത്തികമായ ഉയർച്ച തുടങ്ങിയ പല കാര്യങ്ങളും അവർക്ക് ദീർഘായുസ്, കീർത്തി, സാമ്പത്തികമായ ഉന്നതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു യോഗമാണ് ശശമഹായോഗം. ഈ യോഗം നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തി വളരെയധികം ഭാഗ്യവാനായ വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക, ഉയർച്ച ലഭിക്കുമെന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ ഒരു ചെറിയൊരു മോട്ടിവേഷൻ സ്റ്റോറി ആയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നാം. ഇതൊരു മോട്ടിവേഷൻ സ്റ്റോറിയാണ്. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുത്ത് പല കാര്യങ്ങളും ചെയ്യാതിരിക്കാറുണ്ട് ജീവിതത്തിൽ. അതിന് നമുക്ക് അത് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ഈ ഒരു കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില സമയം നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കാം. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. എന്താണെങ്കിലും ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടൊരു കഥയാണ്. അത് ഞാനിവിടെ പറയാം. അത് ഒരുപാട് എനിക്ക് മാറ്റം ഉണ്ടാക്കിയ ഒരു കഥയാണ്. ആ ഒരു കാര്യത്തിൽ ഒരുപാട് ചിന്തകളിൽ നിന്നുള്ള നമുക്ക് മാറ്റം ഉണ്ടാക്കുന്ന ഒരു കഥയാണ് ഇത്. കുറേ കഥകളുണ്ട് ഇതുമായിട്ട് ബന്ധമുള്ള. അത് ഒന്ന് രണ്ട് ഹിന്ദികളായിട്ട് ഞാൻ ഇതേപ്പറ്റി ഇപ്പോൾ പറയാം. ഒന്നാമത്തെ കഥ ഇങ്ങനെയാണ്. ഒരു അച്ഛനും ഒരു മകനും. അച്ഛനും മകൻ ചെറിയ കുട്ടിയാണ്, അച്ഛൻ ഇത്ര പ്രായമുള്ള ആളാണ്. ചെറിയ കുട്ടി എന്ന് പറയുന്നത് ചെറിയ കുട്ടി കയ്യെ പിടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു കുട്ടിയാണ് മകൻ. ആ അച്ഛൻ അവരൊക്കെ ഒരു കഴുതയുണ്ട് വീട്ടിൽ, കഴുത. അപ്പോൾ ഈ കഴുതയെ കൊണ്ട് ചന്തയിൽ കൊടുത്ത് വിൽക്കണമെന്ന് ഈ അച്ഛൻ തീരുമാനിച്ചു. അപ്പോൾ ഈ മകനെയും കൂട്ടി ഈ അച്ഛൻ ചന്തയിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? പോകുന്ന വഴിക്ക് മകൻ നടന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കരുതി അച്ഛൻ ഈ കഴുതയുടെ പുറത്ത് ഈ കുട്ടിയെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് ഈ കഴുത ഇങ്ങനെ പോവുകയാണ്. പോയി കഴിഞ്ഞ് അടുത്തൊരു കവലയിലെത്തി, ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരാൾ കണ്ടു, പ്രായമുള്ള ഒരാൾ കണ്ടു. ആൾ ഉറക്കെ ചോദിച്ചു കുട്ടിയോട്, കുട്ടി, നിൻ്റെ പ്രായ അച്ഛൻ നടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? നീ ഇങ്ങനെ കഴുതയുടെ പുറത്ത് സൂചിച്ചിരിക്കുകയാണോ വേണ്ടത്? നീ താഴെ ഇറങ്ങിയിട്ട് അച്ഛനെ അതിൻ്റെ പൊക്കത്ത് കയറ്റിയിരുത്തി നടത്താൻ പറ്റും. എന്നിട്ട് നീ ഇതിനെ പിടിച്ച് ഇങ്ങനെ കയറി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്ക്, എന്നിട്ട് അവിടെ ചന്ത ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ കുട്ടി അതനുസരിച്ചു. കുട്ടി അച്ഛൻ താഴെ ഇറക്കി, അച്ഛൻ കഴുതയുടെ മുകളിൽ കയറി അവർ യാത്ര പോകും. കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ ഒരു നെൽപ്പാടത്തിൻ്റെ അടുത്തെത്തി. നെൽപ്പാടത്തിൻ്റെ അവിടെ ഒരുപാട് കർഷകരിങ്ങനെ നെല്ലുകളൊക്കെ കൊയ്യുകയാണ്. കുറേ ആൾക്കാർ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഒരു വൃദ്ധയായ ഒരു സ്ത്രീ ഇത് കണ്ടു. ഈ കുട്ടി നടന്നു വരുന്നു, അച്ഛൻ കഴുതയുടെ പുറത്തിരിക്കും. അപ്പോൾ ആ സ്ത്രീ ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു, മനുഷ്യ, നിങ്ങൾക്ക് നാണമില്ലേ? ഒരു പിഞ്ച് കുഞ്ഞ് നടക്കുന്നു വരുന്നു, നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ? നിങ്ങൾ ആ കഴുതയുടെ പുറത്തിരിക്കാൻ വരുന്നു, നിങ്ങളുടെ മകനെയല്ലേ പുറത്തെടുത്തേണ്ടതെന്ന് ചോദിച്ചു. വീണ്ടും ഇയാൾ ഈ കുട്ടിയെ കഴുതയുടെ പുറത്തെത്തി അയാൾ നടന്ന് ചന്തയിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ വേറൊരു കച്ചവട സംഘം വരികയാണ്. അപ്പോൾ അവർ പതിയെ കഴിച്ച് ചോദിച്ചു, എന്താണ് ഈ കഴുതയുടെ പുറത്ത് കുട്ടിയെ വെച്ചുകൊണ്ട് വരുന്നത്? നിങ്ങൾ എവിടെ പോവാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞങ്ങൾ അടുത്ത ചന്തയിൽ കഴുതയെ വിൽക്കാൻ പോകുന്നു. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കഴുതയുടെ പുറത്ത് കയറുന്ന നിർത്തുക. നിങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് കയറെ പിടിച്ചുകൊണ്ട് കഴുതയും കൂടെ നടന്നു പോകും. ഇല്ലേ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ കഴുത ക്ഷീണിക്കും, ക്ഷീണമുള്ള കഴുതേനെ ആരും വിലയ്ക്ക് വാങ്ങില്ല എന്ന് കച്ചവടക്കാരൻ പറഞ്ഞു. അച്ഛനും മകനും നിലത്തിറങ്ങി. രണ്ടുപേരും ഇപ്പോൾ കഴുതയുടെ പുറത്തില്ല, കഴുതയും കൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ദാ വരുന്നത് വേറൊരാൾ, ഒരു നാട്ടുപ്രമാണി അല്ലേ വരികയാണ്. ആൾ ചോദിച്ചു, എന്തൊരു മനുഷ്യരാണ് നിങ്ങൾ രണ്ടുപേരുണ്ട്, കഴുത ഒറ്റയ്ക്കാണ്. നിങ്ങൾ രണ്ടുപേരെന്തിനാണ് നടന്ന് കഷ്ടപ്പെടുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടി കഴുതയുടെ പുറത്ത് കയറുക, എന്നിട്ട് രണ്ടുപേരെയും വെച്ചുകൊണ്ട് കഴുത പോട്ടെ, അതിനുള്ള ആരോഗ്യം അതിനുണ്ടല്ലോ.
ചന്തയിൽ ചെല്ലുമ്പോൾ ചന്ത വരത്തിന് നടക്കുന്നേ, നമുക്ക് കഴുതപ്പുറത്ത് പോകാമല്ലോ. അത് നല്ല ഐഡിയ എന്ന് കരുതി അച്ഛനും മകനും കഴുതയുടെ പുറത്ത് കയറി. അങ്ങനെ കുറേ ദൂരം ചെന്നു. ചന്തയിൽ ചെന്നു. ചന്തയിലെത്തിയപ്പോൾ കയറ്റവും ഇറക്കവും എല്ലാം വന്ന് കഴുത ആശനായി നിലത്ത് പോയി. കച്ചവടം ഇട്ട് നടന്നുമില്ല. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ നിന്ന് ഒരാളുടെ ഉപദേശം മാത്രമേ നമുക്ക് സ്വീകരിക്കാനുള്ളൂ. ആ വ്യക്തിയാണ് ആ മറ്റേ കച്ചവടക്കാരൻ. കച്ചവടം ചെയ്ത് പറഞ്ഞ ആൾക്ക് കഴുതയുടെ വിൽപ്പനയെപ്പറ്റി നല്ല ബോധ്യമുണ്ട്. ആൾ പുറത്തു കയറിയ കഴുത ക്ഷീണിക്കുമെന്നും കച്ചവടം നടക്കുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. പകുതി വഴിയെ തന്നെ ക്ഷീണം തട്ടിയ കഴുത പല ആളുകളും മേളിൽ കയറുകയൊക്കെ ചെയ്ത് ശേഷം കഴുതയ്ക്ക് ക്ഷീണം തട്ടിയിരിക്കുകയാണ്. പക്ഷേ ആ ചന്ത വരെ ചെല്ലാനുള്ള ആരോഗ്യം അതിനുണ്ടായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേര് കയറിയപ്പോൾ അതിൻ്റെ ഭാരം താങ്ങാതെയാണ് അവസാനം കഴുത ചന്തയിൽ വീണുപോയത്. കച്ചവടം നടന്നുമില്ല. അപ്പോൾ ഇതിൽ ഒരാളുടെ ഉപദേശം മാത്രമേ സ്വീകരിക്കാൻ കൊള്ളാവുന്നുള്ളൂ. പക്ഷേ ഈ അച്ഛന്മാരും എന്താണ് ചെയ്തത്? ആരാണ് ഉപദേശിക്കുന്ന ഈ ആളുകൾ? ആരുടെ അനുഭവ സമ്പത്താണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് നോക്കാതെ, കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ കച്ചവടക്കാരൻ്റെ ഉപദേശമായിരുന്നു സ്വീകരിക്കേണ്ടത്. ഇത് നോക്കാതെ വഴിയെ പോകുന്ന പല ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് അവർക്ക് വിജയിക്കാനാകാതെ വന്നത്. ഇതേ അനുഭവം ജീവിതത്തിൽ ചെയ്യുന്നവരുണ്ട്. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക വേറൊരാൾ വന്ന് ഈ ജോലിയൊക്കെ ചെയ്യാതെ താൻ ആ ജോലി ചെയ്യുന്ന പറയുമ്പോൾ ആ ജോലിയുടെ പിന്നാലെ പോവുക. ആ ജോലി പകുതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വന്ന് വേറൊരു വഴിയിലേക്ക് വിടുക. അങ്ങനെ പലത് ചെയ്ത് ജീവിതത്തിൻ്റെ ആയുസ് മുഴുവൻ തീരും. അവസാനം ഉദ്ദേശിച്ച ലക്ഷ്യത്തിലും എത്തിയില്ല. എവിടെയാണ് ജീവിതം പോയി നിൽക്കുന്ന ഒരു പിടുത്തമില്ല. ഇപ്പം ഏത് വഴിയിലാണ് കുടുങ്ങിയിരിക്കുന്ന ഒരു പിടുത്തമില്ല. അത്തരം അനുഭവങ്ങളിലേക്ക് പല ആളുകളുടെയും ജീവിതം പോകാറുണ്ട്. പല ആളുകളെ അനുസരിക്കുന്നുണ്ട്. അനുസരിക്കേട് കാണിക്കാനല്ല ഈ പറയുന്നതിനർത്ഥം. ആരാണ് എക്സ്പീരിയൻസ് ഉള്ള ആൾ, ആ ആൾ പറയുന്നത് നമ്മൾ രണ്ടു വട്ടം ചിന്തിക്കുക. നമുക്ക് മുമ്പേ നമ്മുടെ പാത, നമുക്ക് അറിയാൻ മേലാത്തൊരു കാര്യം, നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് പോകുമ്പോൾ അതുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളോട് നമ്മുടെ വിഷയങ്ങൾ തിരക്കുന്നത് നല്ലതാണ്. അയാൾ അസൂയയോടെ നമുക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുകയാണോ തിരിച്ചറിയാനും മാർഗമുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമുക്കൊരു പുസ്തകം വിൽക്കാനാണ് ആഗ്രഹം. പുസ്തക കച്ചവടം നല്ലതാണോ അറിയാൻ നമ്മളൊരു പുസ്തക കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു. ആണ് നമുക്ക് തരുന്ന ഉപദേശം സത്യമാണോ തെറ്റാണോ തിരിച്ചറിയാൻ അയാൾ പറഞ്ഞ ഉപദേശം കേൾക്കുക. ആദ്യം അയാളോട് തർക്കിക്കാൻ പോകരുത്. അയാൾ പറയുന്ന ഉപദേശം എഴുതിയെടുക്കുക. ഓരോ ഭാഗമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. എങ്ങനെയാണ് പുസ്തക നിർമ്മാണം, ഞാൻ ഉദാഹരണത്തിനാണ് ഇവിടെ പുസ്തകം പറയുന്നത്. ഇതെല്ലാം അയാൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഹിൻഡുകളായിട്ട് എഴുതിയെടുക്കുക. അതിനുശേഷം നമ്മൾ മനസ്സിലിട്ട് ചിന്തിക്കുക, ഈ പറഞ്ഞ സത്യമുണ്ടോ? ഇനി നിങ്ങൾ വീണ്ടും വേറൊരു പുസ്തക കച്ചവടക്കാരനെ സമീപിക്കുക. ആൾക്കും ഈ ആൾക്കും പരിചയക്കാരനുണ്ടാവാൻ പാടില്ല, തമ്മിൽ പരിചയം ഉണ്ടാകാൻ പാടില്ല. മറ്റൊരാളെ പോയി കണ്ടുവച്ച് നിങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്നിട്ട് പുസ്തക കച്ചവടത്തെ പറ്റി അന്വേഷിക്കുക. അയാൾ പറഞ്ഞ കാര്യം ഇയാൾ പറഞ്ഞ കാര്യം ഒന്നാണോ എന്ന് നോക്കുക. മിനിമം ഒരു 5 പേരുടെ അടുത്ത് നിങ്ങൾ പല സമയങ്ങളിലായിട്ട് തിരക്കുക. തമ്മിൽ പരിചയമില്ലാത്ത ആളുകളെ നിങ്ങൾ തിരക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് നിങ്ങളൊരു ഉത്തരം കണ്ടെത്തുക. അതിനനുസരിച്ച് പിന്നെ ചെയ്യാൻ തുടങ്ങിയാൽ നഷ്ടം വന്നാലും ലാഭം വന്നാലും ഒറ്റയ്ക്ക് സഹിക്കാനുള്ള ധൈര്യം എടുക്കുക. ഒരു കാരണവശാലും നഷ്ടവും പരാജയവും വരും, എല്ലാവർക്കും വരും. ലാഭവും വരാം, നഷ്ടവും വരാം. അത് സ്വയം എടുക്കാനുള്ള ധൈര്യം കാണിച്ച് പിന്നെ ആര് വന്നത് ശരിയല്ല, അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് ഇടയിൽ നിന്ന് പറയുന്ന യാതൊരു ഉപദേശവും കേൾക്കാതിരിക്കുക. ബാക്കിയുള്ളവരെല്ലാം വഴിമുടക്കികൾ മാത്രമാണ്. മറ്റുള്ളവർക്ക് പലതും പറയാനുണ്ടായിരിക്കാം, അത് അവരുടെ ഭാഗത്തു നിന്നിട്ടാണ് അവർ പറഞ്ഞത്. നമ്മൾ ശരിയായ നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണ്ട. ഈ ഒരു മോട്ടിവേഷനാണ് ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു മോട്ടിവേഷൻ സ്റ്റോറി ഇങ്ങനെയാണ്, അതും ഇതുപോലൊക്കെ തന്നെയാണ്. 2 തവളകൾ 3 തവളകൾ ഒരു കുളത്തിൽ താമസിച്ചു. തവളകൾക്ക് കുടുംബമുണ്ട്, താഴെ വേറെ തവള ഫാമിലികളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു 3 മിടുക്കന്മാരായ തവളകളുണ്ടായിരുന്നു. അതിൽ ഒരു തവളയ്ക്ക് ചെവി കേൾക്കുകയില്ല, ബാക്കി 2 തവളയ്ക്കും പ്രത്യേകിച്ച് പ്രശ്നമില്ല. പക്ഷേ ഈ ചെവി കേൾക്കാത്ത തവളയും വളരെ മിടുക്കനാണ്. 3 ചെറുപ്പക്കാരായ തവളകൾ, ബാക്കി സാധാരണ തവള കുടുംബങ്ങൾ. ഒരിക്കലും ഒരു കൊക്ക് അവിടെ വന്നു. കൊക്ക് വന്നപ്പോൾ പറഞ്ഞു, മേളിൽ മറ്റൊരു തടാകമുണ്ട്, ഒരു കുന്നുണ്ട്, ആ മല വഴി നിങ്ങൾ കയറുകയാണ്, മേളിലോട്ട് കുന്നാണ്. ആ കുന്ന് കയറി നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ മേളിൽ മറ്റൊരു തടാകമുണ്ട്. അവിടെ ഇതുപോലെ ഒരുപാട് തവളകളും മീനുകളും ഒക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് സുഖമായി അവിടെ ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പട്ടിണിയായി മരിച്ചു പോകും എന്ന് പറഞ്ഞു. നിങ്ങളുടെ കൊക്ക് പറന്നുപോയി. പറന്നു കഴിഞ്ഞപ്പോൾ അന്ന് വൈകുന്നേരം ഇവർ യോഗം കൂടി, തവളകളെല്ലാം യോഗം കൂടി. യോഗം കൂടിയിട്ട് അവർ തീരുമാനിച്ചു,
ഈ മേളത്തെ കുന്നിൻ്റെ കഥ ശരിയാണോ അല്ലയോ? ആരും ഇന്നൊരു ഈ കുളം വിട്ട് പോയിട്ടില്ല. മേളിലേക്ക് കയറുകയാണെങ്കിൽ അത് ജീവൻ മരണ ഒരു പോരാട്ടമാണ്. മേളിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ് പോയാൽ എന്ത് ചെയ്യും? അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഭയങ്ങൾ കാരണം ഇവരാരും കയറാൻ മുതിർന്നില്ല. പക്ഷേ ഈ തന്നാടം പിടിച്ച് ഈ 3 ചെറുപ്പക്കാരായ തവളകൾ അടുത്ത തടാകത്തിൽ പോകണമെന്ന് ചിന്തിച്ചു. അവർ പതിയെ ഈ കുന്ന് കയറാൻ തുടങ്ങി. അപ്പോൾ താഴേന്ന് മറ്റു തവളകളെല്ലാം കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, കയറരുത്, മേളിലേക്ക് പോകരുതെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ താഴെ നിന്ന് ഉറക്കെ പറയുന്നത് കേട്ട് 1ാമത്തെ തവള തിരിച്ച് കുളത്തിലേക്ക് ചാടി. അവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ചിലപ്പോൾ അവിടെ ചെന്നിട്ട് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യും, ഇവിടുന്ന് ഇത്രയും ദൂരത്തേക്ക് പോകണ്ടേ, അല്ല ആപത്ത് സംഭവിച്ചാൽ എന്ത് ചെയ്യും, ഇവിടെയാണ് ഭക്ഷണം കഴിച്ച് കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് താഴ്ത്തി കയറി. കുറേ കഴിയപ്പോൾ ഈ നടുക്കത്തെ തവള മാത്രം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. 2ാമത് കൂടെ വേറൊരു തവള കൂടിയുണ്ട്. കുറേ കഴിയുമ്പോൾ അവനും കൈയും കാലും ഒക്കെ മടുത്തു. അവനും താഴേക്ക് ചാടി. എന്നിട്ട് അവനും പറഞ്ഞു, ഞാനും വരുന്നില്ല, മറ്റേ തവളയും താഴോട്ട് ചാടി, ഇവിടെയൊക്കെ സുഖമായിട്ട് ജീവിച്ചാൽ മതി, എന്തിനാ വേറെ സ്ഥലത്തോട്ട് പോകുന്നു ചിന്തിച്ചു. പക്ഷേ ഈ നടുക്കത്തെ തവള മാത്രം മുകളിലേക്ക് കയറിക്കൊണ്ടേയിരുന്നു. അവസാനം ഈ നടുക്കത്തെ തവള അപ്പുറത്തെ കുളത്തിൽ ചെന്ന് അവൻ സന്തോഷത്തോടു കൂടി ജീവിച്ചു. പിന്നെ ഒരിക്കലും അവൻ ഇപ്പുറത്തോട്ട് വന്നില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ വേനൽക്കാലം വന്നു. ഈ താഴത്തെ തടാകം പറ്റിപ്പോയി. മറ്റു തവളകളൊക്കെ രക്ഷയില്ലാതെ വേറെ പല സ്ഥലങ്ങളിലേക്കും താഴെ വശത്തുള്ള സ്ഥലങ്ങളിലേക്കും നീങ്ങേണ്ടി വന്നു. കുറേ പേര് ഭക്ഷണം കിട്ടാതെ മരിച്ചു. ഇതിൽ ഈ നടുക്കൂടി കയറിപ്പോയ തവളയ്ക്ക് ചെവി കേൾക്കത്തില്ലായിരുന്നു. ചെവി കേൾക്കാത്തത് കൊണ്ട് മാത്രമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കാതെ ഈ തവള മുകളിലേക്ക് പോയത്. അല്ല, ആ തവളയ്ക്ക് ചെവി കേൾക്കാമായിരുന്നെങ്കിൽ തീർച്ചയായും താഴോട്ട് കയറിയാൽ. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നതും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കറക്റ്റാണ്, ഉറപ്പാണ്. നമ്മൾ ചിലപ്പോൾ തീരുമാനിക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ നമ്മൾ തെറ്റിലേക്ക് മാത്രമേ പോകും. എത്ര മോട്ടിവേഷൻ കിട്ടിയാലും നമ്മൾ ഉദ്ദേശിച്ച തീരുമാനത്തിൽ തന്നെ ഞാൻ നിലനിൽക്കുക എന്ന് പോകുന്നത് ചിലപ്പം തെറ്റായ വഴിയാണ്. തീർച്ചയായും നമുക്ക് അബദ്ധം പറ്റും. അതാദ്യം തെറ്റാണോ ശരിയാണോ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ പണ്ട് ചെയ്ത കാര്യങ്ങൾ വിജയിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വിജയമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാര്യങ്ങളും കാലഘട്ടവും മാറുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് മാറ്റമുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. പണ്ട് നമ്മൾ ചെയ്ത അറ്റംപ്റ്റ് 2ാമത് ചെയ്താൽ ചിലപ്പം വിജയിക്കണമെന്നില്ല. അപ്പോൾ വ്യത്യസ്തമായ രീതി വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ. അതിന് നമ്മൾ പുതിയ സാഹചര്യത്തെയും പുതിയ കാലത്തെയും പറ്റി പഠിക്കണം. അങ്ങനെ പഠിക്കാൻ നമ്മൾ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാളെ നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ബിസിനസ് ചെയ്യാതിരിക്കുക. നമ്മളിപ്പോൾ നടക്കത്തില്ല എന്ന് മനസ്സിലാക്കുക. കാരണം അറിവില്ലാത്ത കാര്യത്തിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പ് നമ്മൾ ശരിയായി പഠിക്കാൻ നോക്കുക. പഠിക്കാതെ നമ്മൾ പണ്ട് ചെയ്ത ഒരു പദ്ധതി, അതേ പദ്ധതി ഈ ഒരു കാലത്ത് ഈ ഒരു യുഗത്തിലും വിജയിക്കുന്നു വിചാരിച്ച് വിജയിക്കണമെന്നില്ല. ചിലപ്പോൾ അത് പൂർണ്ണമായും നമ്മളെ നശിപ്പിച്ച് പോയെന്ന് വരും. അതും ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ ഈ 2 സ്റ്റോറികളാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും ഇതുപോലെ സ്റ്റോറികളുണ്ട്. ഇത് കേട്ടിട്ട് പെട്ടെന്ന് തീരുമാനിക്കുകയാണ്, എൻ്റെ ഭർത്താവ് എന്നെ നിയന്ത്രിക്കുന്നു, ഉപേക്ഷിച്ച് പോവാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഭാര്യ നിയന്ത്രിക്കുന്നു, ഉപേക്ഷിച്ച് പോവാം, മക്കൾ നിയന്ത്രിക്കുന്നു, ഉപേക്ഷിച്ച് പോവാം, എൻ്റെ ലക്ഷ്യമാണ് എനിക്ക് വരുന്നത്. അങ്ങനെ ചിന്തിച്ചാലും പരാജയം തന്നെ ഉണ്ടാവുമോ? കാരണം ആ ഒരു രീതിക്കല്ല ഇത് എടുക്കേണ്ടത്. ഈ രീതിക്ക് ഇപ്പം നമ്മുടെ കലാപരമായൊരു കഴിവ്, അതിൽ നമുക്ക് സക്സസ് ആകാൻ സാധിക്കും. അതിനുള്ള സാധ്യതകളെല്ലാം കറക്റ്റാണ് എന്ന രീതിയിൽ. അല്ലെ ഒരു ബിസിനസ്സാണ്, ഒരു ജോലിയാണ്. ആ ജോലിയിൽ എങ്ങനെയാണ് നഷ്ടം വരുന്നത്, കൂടെ ഉള്ളവർ പറയുന്നതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മുഴുവൻ ചിന്തിക്കണം. ചിന്തിച്ച ശേഷമേ തീരുമാനം എടുക്കാവൂ. ഇല്ല, ഞാൻ ഇതേ ചെയ്യത്തുള്ളൂ, എന്നെ ആരും പറയാൻ പോകണം, നിയന്ത്രിക്കാൻ പോരണ്ടെന്നുള്ള രീതിയിലാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ തീരുമാനം ശരിയാണ്, നിങ്ങൾ വിജയിച്ചു. പക്ഷെ നിങ്ങളുടെ തീരുമാനം തെറ്റാണെങ്കിലോ ഭൂരിഭാഗവും വളരെ തീരുമാനം തെറ്റാവാനാണ് സാധ്യത. അതിനാണ് അഭിപ്രായങ്ങൾ ചോദിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ അഭിപ്രായം ചോദിക്കുമ്പോൾ അഭിപ്രായം ചോദിക്കാൻ പറ്റിയ ക്വാളിറ്റി ഉള്ളവരോട് വേണം ചോദിക്കാൻ. നമ്മൾ ചോദിക്കുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് മാത്രമേ അറിവുള്ളൂ, വേറെ ഒരാൾക്കും അറിവില്ലെങ്കിൽ അവരെന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞ് നമ്മളെ വേറെ റൂട്ടിലെത്തിക്കും. അതും സൂക്ഷിക്കേണ്ട കാര്യമാണ്. അഭിപ്രായം ചോദിക്കുമ്പോൾ അഭിപ്രായം ചോദിക്കാൻ പറ്റിയവനോട് ചോദിക്കണം. നമ്മളോട് അസൂയ ഉള്ളവനോ നമ്മുടെ ഒരേ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോടോ പോയി അഭിപ്രായം ചോദിക്കുമ്പോൾ അവിടെയും ചതി വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു തയ്യക്കാരനുണ്ടായിരുന്നു കരുതുക. ആ തയ്യക്കാരനോട് മറ്റൊരാൾ അവിടെ തന്നെ അതേ ജംഗ്ഷനിൽ ഒരു തയ്യക്കട തുടങ്ങുന്നതിനെ പറ്റി പോയി ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നിഷ്കളങ്കമായ മനസ്സിന് ഉടമയായ ഒരു തയ്യക്കാരനാണെങ്കിൽ പറയും, ഇവിടെ നല്ല ലാഭമുണ്ട്, ഇവിടെ തയ്യക്കട തുടങ്ങിയ ഭയങ്കര കളക്ഷനാണെന്നൊക്കെ പറയും. 1 മാസം കഴിയുമ്പോൾ ഈ പുതുതായി വന്ന തയ്യക്കടക്കാരൻ ഇവിടെ കടയിട്ടു. കഴിയുമ്പോൾ ഈ 1ാമത്തെ കടക്കാരന് യാതൊരു കസ്റ്റമറും വരികയില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ ഈ 1ാമത്തെ കടക്കാരൻ ഷട്ടർ ഇടും. 2ാമത് ഇയാളുടെ ഉപദേശം കേട്ട് വന്ന ആ തയ്യക്കടക്കാരൻ വളർന്നു വേണമെങ്കിൽ വലിയൊരു
ടെക്സ്റ്റൈൽ ഷോപ്പ് വേണേൽ അവിടെ ഇടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉപദേശം തരുമ്പോഴും ഉപദേശം കൊടുക്കുന്നയാളും ചിന്തിക്കുക, നാളെ വേലി വിളവ് തരുന്ന അവസ്ഥ വരുമോ? ഇല്ല. ഉപദേശം കൊടുക്കാം. ഇതേ തൈക്കടക്കാരൻ വേറൊരു പട്ടണത്താണ് തൈക്കട ഇടുന്നതെങ്കിൽ മറ്റേ ആൾക്ക് ഇന്ന രീതികൾ ചെയ്താൽ ലാഭം ലഭിക്കും എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതൊരു ഉപദേശമാണ്. ഇല്ല, ഇനി ഇങ്ങനൊരു തൈക്കട നാളെ എനിക്കൊരു വെല്ലുവിളിയാവുമെന്ന് ചിന്തിച്ച് തെറ്റായ കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു ഭയങ്കര റിസ്ക്കാണ്, അയ്യോ ഞാൻ ഈ പരിപാടി നിർത്താൻ ഉദ്ദേശിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്ന് ചോദിക്കുന്നത്, ഇതൊക്കെ വലിയ ജോലിയാണ്, ഇതൊക്കെ ചെയ്ത് താൻ ജീവിക്കുകയല്ലോ കേട്ടോ എന്ന് പറയുകയാണെങ്കിലും നമ്മൾ ചിന്തിക്കണം, നമുക്കെതിരെ ചില നെഗറ്റീവ് കാര്യങ്ങൾ അയാൾക്കുണ്ട്, അയാൾക്ക് ഭയമുണ്ട്, ഈ വ്യക്തി ഇവിടെ വന്ന സ്ഥാപനം തുടങ്ങി പൊളിഞ്ഞു പോകുന്നുള്ള ചിന്തയുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നമ്മൾ തീർച്ചയായും ബിസിനസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മളോട് മത്സരാർത്ഥികളില്ലാത്ത ഒരു ഏരിയയിൽ വേണം എല്ലാം ചെയ്യാൻ. നമ്മൾ ചെയ്യുന്ന സമാനത ഉള്ളുകളുള്ളവരിൽ ആത്മാർത്ഥതയുള്ളവർ മാത്രമേ നമ്മളെ സഹായിക്കുകയുള്ളൂ. 3/4 പങ്കും ആളുകൾക്ക് ആത്മാർത്ഥത. ഇനി ആത്മാർത്ഥതയോടെ നമ്മളെ സഹായിച്ച ആൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത്. അങ്ങനെയുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ പൂർണ്ണമായി സ്റ്റഡി ചെയ്യുക. പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിവുകളില്ലെങ്കിൽ നമ്മൾ ബിസിനസ്സുകൾ മാറ്റി പരീക്ഷിക്കുക, പഴയ ബിസിനസ്സിന് പിന്നാലെ പോകാതിരിക്കുക. അങ്ങനെ യുക്തിപരമായി ചിന്തിച്ച് വേണം തീരുമാനമെടുക്കാൻ. എല്ലാ കാലങ്ങളിലും എല്ലാ മോട്ടിവേഷനും കറക്റ്റ് ആകാറില്ല. മോട്ടിവേഷനിലൂടെ ഞാനിവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാത്രം മാറ്റാനാണ്, നമ്മുടെ പ്രവർത്തികളെ മാറ്റാനല്ല. നമ്മുടെ പ്രവർത്തികളിൽ വളരെയധികം അനുഭവസമ്പത്തും പരിചയം ഉണ്ടാക്കിയ ശേഷം മാത്രമേ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ തുനിയാവൂ എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനലിൽ പുതിയ ആളാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പാമിസ്ട്രിയിലെ മറ്റൊരു അത്ഭുതകരമായ ഒരു ചിഹ്നത്തെയും ഒരു രേഖയും പറ്റി ഞാനിവിടെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ കാണാം. അപ്പോൾ നന്ദി.